ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ല എലഗന്റ് പാർട്ടി വെയർ സാരീസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ പ്യുവർ നോയിൽ ടെസർ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഡിഫറെന്റ് പാറ്റേണിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. കളർ പാലറ്റ്സ് നല്ല ഡിഫറെന്റ് ലുക്കിലായിരിക്കും വരുന്നത്. ഫസ്റ്റ് സാരി നല്ലൊരു യെല്ലോ വരുന്നത്, ടേമറിക് യെല്ലോ, ഹൽദി യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഹൽദി ഫംഗ്ഷനിലാണ് വളരെ ആപ്റ്റ് ആണ് കേട്ടോ സാരി. പ്യുവർ നോയിൽ ടെസർ സിൽക്ക് ആണ് ഫാബ്രിക്. അതിൽ നല്ല പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡിയിലും വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ബോഡി വർക്ക് വരുന്നത്. നല്ല തിക്കായിട്ട് നല്ലൊരു ഫൈൻ വർക്കിലാണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ ബോഡി വരുന്നത്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ, ആ ഒരു പേസ്റ്റൽ യെല്ലോയിൽ തന്നെ സിമ്പിൾ ബോർഡർ ആയിരിക്കും വരുന്നത്. എൻ്റയർ സാരിയും ഇതേ പാറ്റേണിൽ തന്നെയാണ് ആ ഒരു വർക്ക് വരുന്നത്. നമ്മൾ ഉടുക്കുമ്പം ആ ഒരു ഹാഫ് പോർഷനിൽ പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പോൾ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലായിരിക്കും പ്ലീറ്റ്സ് വരുന്നത്. അത് കഴിഞ്ഞ് ഫുൾ ആ ഒരു ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഇതേ പാറ്റേണിൽ തന്നെ വർക്ക് വന്നിട്ട് മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. ഗീച്ച വുവൺ പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും ഇതേ വർക്ക് തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ഇതായിരിക്കും ബ്ലൗസിൽ വരുന്ന വർക്ക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് പ്യുവർ നോയിൽ ടെസർ സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. എല്ലാം നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ വരുന്നത് കോറൽ പീച്ച് ആണ്. കോറൽ പീച്ചിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. എൻ്റയർ സാരി ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ഫുൾ ബോഡിയിലും ഇതേ പാറ്റേണിൽ നല്ലൊരു മൾട്ടി കളറിലാണ് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിന്റെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബോർഡർ വരുന്നത് അതേ ആ ഒരു കോറൽ പീച്ചിൽ തന്നെ ഒരു ബോർഡർ ഇല്ല ആക്ച്വലി. ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. കുറച്ചൊരു ഭാഗം വിട്ടിട്ടായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഫുൾ ബോഡി സെയിം സ്റ്റൈൽ. ഗോൾഡൻ സെറി നമ്മൾ പ്യുവർ ടെസറിൽ വരുന്ന സെയിം ആ ഒരു മുന്താണി ഉണ്ടല്ലോ ഗോൾഡൻ സെറിയിലുള്ള സ്ട്രൈപ്പ് പാറ്റേൺസ്, അതേ സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ്, ബ്ലൗസിന്റെ സ്ലീവിൽ സെയിം ഇതേ വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. ഈ ഒരു പാറ്റേണിലാണ് വരുന്ന ബ്ലൗസ്. അടുത്ത കളർ പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല ഡിഫറെന്റ് പാറ്റേണിലാണ്. ഇതിലും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിരിക്കുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്, ഫ്ലോറൽ ഡിസൈൻ മാറിയിട്ടുണ്ട്. വിത്തൗട്ട് ബോർഡർ ആണ് എല്ലാ സാരീസും വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. നമ്മൾ പ്യുവർ ടെസർ ആയതുകൊണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. ഇതായിരിക്കും ആ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. പ്ലീറ്റ്സ് വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. മുകൾ ഭാഗം പ്ലെയിൻ ആയിരിക്കും. ബാക്കി ബോഡി കംപ്ലീറ്റ് ഈ ഒരു ലുക്ക് ആയിരിക്കും. വളരെ തിന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന പ്യുവർ നോയിൽ ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. ക്ലോസർ ലുക്കിൽ ഇങ്ങനെ വരും. നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ, ഓക്സ്ഫോർഡ് ബ്ലൂ, ഗ്രേ ആ ഒരു മൾട്ടി കളറിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് വർക്ക് വരിക. ഗോൾഡൻ സെറി വുവൺ സ്റ്റൈലിൽ തന്നെ സാരിയുടെ പല്ലു. അതിന്റെ മിഡിൽ വരുമ്പോൾ ഗീച്ച വീവിൽ വന്നിട്ട് അപ്പുറം ലോവറും വരുമ്പോൾ ആ ഗോൾഡൻ സെറിയിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസ് ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് സെയിം ആ ഒരു ഇതേ കളറിൽ തന്നെയാണ്. നല്ലൊരു ലുക്കായിരിക്കും നമ്മളിത് ഉടുത്ത് വരുമ്പോൾ. ഈ ഒരു ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലാസി ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരിയാണ്. എല്ലാ സാരീസിനും ബ്ലൗസിന്റെ സ്ലീവിൽ വരുമ്പം ഇതേ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ടാവും. ആ ഒരു വർക്ക് ഇപ്പോഴത്തെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് എല്ലാ സാരിയുടെയും ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ആയിരിക്കത്തില്ല ബ്ലൗസ്. ആ ഒരു മോട്ടീവ്സ് ബ്ലൗസിന്റെ സ്ലീവിൽ വരും. അടുത്ത കളർ വളരെ സോഫ്റ്റ് കളറിൽ, സോഫ്റ്റ് കളർ കോമ്പിനേഷനിലുമാണ് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നത്. പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ലൊരു ടീൽ ഗ്രീൻ, അക്വ ഗ്രീൻ, ഒരു കോപ്പർ ടോണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ ഡിഫറെന്റ് ലുക്കിൽ തന്നെ വന്നിരിക്കുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരി. ഫുൾ ബോഡി സെയിം സ്റ്റൈൽ, നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എല്ലാ സാരീസിലും ആ ഒരു വർക്ക് വരുന്നത്. ഇത് വരുന്ന വളരെ സോഫ്റ്റ് കോമ്പിനേഷനിലാണ്. ഇതാണ് ആ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. സേജ് ഗ്രീൻ, അക്വ ഗ്രീൻ, കോപ്പർ സെറിയിലായിരിക്കും ആ ജാൽ പാറ്റേണും ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. സാരിയുടെ കളർ വരുന്നത് നല്ലൊരു പെയിൽ ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതായിരിക്കും ഫുൾ സാരി. മുന്താണി ആ ഗീച്ച വീവില് ഗോൾഡൻ സെറി വൺ സ്ട്രൈപ്സിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. വിത്ത് റണ്ണിങ് ബ്ലൗസ്, ബ്ലൗസിന്റെ സ്ലീവിലും സെയിം ഇതേ വർക്ക് വരും. എല്ലാം നല്ല നല്ല ഷെയ്ഡാട്ടോ. ഓരോ കളറും കാണുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും ഭംഗിയും തോന്നും. ഇത് വരുന്ന നല്ലൊരു പേർപ്പിൾ ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. പേർപ്പിളിലും നല്ല മൾട്ടി കളറിലുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ്. ഡിസൈൻ മാറിയിട്ടുണ്ട്. ഓരോ സാരിയിലും ഡിസൈൻ ഡിഫറെന്റ് ഡിസൈനിലാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. സോഫ്റ്റ് പ്യുവർ നോയിൽ ടെസർ സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ബോർഡർ ഇല്ല സാരിക്ക്. ഇതായിരിക്കും സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. ഗീച്ച വീവിലാണ് ഷോർട്ട് പല്ലു. സെയിം സ്റ്റൈൽ റണ്ണിങ് ബ്ലൗസ് വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. വീണ്ടും നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ കളറിലാണ് അടുത്ത സാരി വന്നിരിക്കുന്നത്. പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ഇത് നമുക്കൊരു ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷൻ എല്ലാം ബേബി ഗേൾ ഒക്കെ ആണെങ്കിൽ വളരെ ആപ്റ്റാണ് അമ്മമാർക്കെല്ലാം ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ബേബി പിങ്കില്
ഗീച്ച വുവൺ സ്റ്റൈലിലും നല്ല ഡിഫറെന്റ് പാറ്റേണിലുമാണ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ അബ്സ്ട്രാക്ട് ഫ്ലോറൽ ഡിസൈൻസ് എന്ന് പറയാം. ആ ഒരു സ്റ്റൈലിലാണ് ബോഡി കംപ്ലീറ്റ് വരിക. പ്ലീറ്റ്സ് വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ആ ഒരു മുകൾ ഭാഗത്ത് വരുമ്പോൾ പ്ലീറ്റ്സിൽ ഈ ഒരു പാറ്റേണിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ നല്ല തിക്കായിട്ട് ബോഡിയിൽ വരുന്ന അതേ വർക്ക് തന്നെയായിരിക്കും പ്ലീറ്റ്സിൽ വരുന്നത്. അത് കഴിഞ്ഞുള്ള പോർഷൻ കംപ്ലീറ്റ് നല്ല റിച്ച് ലുക്കിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. പ്യോർ നോയിൽ ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത് സാരി. മുന്താണി സിമ്പിൾ ഗീച്ച വീവിലാണ് സാരിയുടെ പല്ലു. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിൽ സെയിം അതേ വർക്ക് തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. ഇതായിരിക്കും പാറ്റേൺ വരും. നല്ലൊരു പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇത് വീഡിയോയിൽ കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും. നമ്മൾ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. സാരി നോയിൽ ടെസർ ആയതുകൊണ്ട് തന്നെ മാറ്റ് ഫീലാണ് സാരി വരുന്നത്. ഒട്ടും ഗ്ലോസി അല്ല. പേസ്റ്റൽ ഗ്രീൻ ആണ്. പേസ്റ്റൽ ഒലിവ് ഗ്രീനും ലൈറ്റ് പിസ്ത ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. അതിൽ നല്ല പാറ്റേണിൽ കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്കിലാണ് ഫ്ലോറൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരിക. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെയായിട്ട് വരുന്നത്. എന്താണ് ഗോൾഡൻ ജെറിവോൺ ലൈൻസും ഗീച്ച വീവിലുമാണ് സാരിയുടെ പല്ലു വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും വളരെ സോഫ്റ്റ് കളർ പാലറ്റിലും സോഫ്റ്റ് കോമ്പിനേഷനിലുമാണ് സാരിയിൽ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു പീച്ച് ബ്ലെൻഡഡ് മൗ ടോൺ ആണ്. ഒരു പേസ്റ്റൽ പീച്ചും ലൈറ്റ് മോവും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. അതിൽ സോഫ്റ്റ് കളറിൽ തന്നെയായിരിക്കും ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു സ്റ്റൈലിൽ വരും. ആ ഒരു ബേസ് കളറുമായിട്ട് വളരെ മെർജ് ചെയ്തിരിക്കുന്ന കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിയിൽ. ഇതായിരിക്കും പാറ്റേൺ വരിക. ഫുൾ സാരി വിത്തൗട്ട് ബോർഡർ ആണ് എല്ലാ സാരീസും വരുന്നത്. ഗീച്ച വുവൺ സ്റ്റൈലിൽ ആ ഗോൾഡൻ ജെറി വുവൺ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ഇതേ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. നല്ലൊരു അക്വാ ബ്ലൂ ആണ്, ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിലും നല്ല കോമ്പിനേഷനിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ഒലിവ് ഗ്രീൻ, അക്വാ ഗ്രീൻ, കോപ്പർ ടോൺ, ഈ ഒരു ടോണിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. സോഫ്റ്റ് പ്യുവർ നോയിൽ ടെസർ ആണ് സാരിയുടെ മെറ്റീരിയൽ. ഇതായിരിക്കും ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. നമുക്ക് കണ്ടാൽ ഒരു പ്രിന്റ് പോലെ തോന്നും, അത്ര ഫിനിഷിലാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഫുൾ സാരി ഇതേ പാറ്റേൺ തന്നെ. മുന്താണി ഗീച്ച വുവൺ സ്റ്റൈലുള്ള ഷോർട്ട് പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നമുക്കൊരു മെഹന്തി ഫംഗ്ഷൻ എല്ലാം വളരെ ആപ്റ്റ് ആണ്. മെഹന്തി ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നത്. മെഹന്തി ഗ്രീനും ഹൽദി യെല്ലോയും കൂടെ കോമ്പിനേഷനിൽ നല്ലൊരു മാംഗോ മോട്ടീവ്സിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതും ഒരു ഡ്യുവൽ ടോണിൽ തന്നെയാണ്. മെഹന്തി ഗ്രീൻ ആൻഡ് മസ്റ്റേർഡ് യെല്ലോ ആണ്, ഹൽദി യെല്ലോ ആണ് സാരിയിലെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സാരിയുടെ കളറും മെഹന്തി ഗ്രീനിൽ തന്നെ. ഇതായിരിക്കും സാരിയുടെ ഒരു വർക്ക് വരിക. നല്ല പാറ്റേണിലാണ് ബോഡിയിൽ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ആൻഡ് ഹൽദി യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ, ഈ ഒരു ടോണിലാണ് ആ ഒരു മാംഗോ മോട്ടീവ്സ് ഫ്ലോറൽ ഡിസൈൻസിലും ജാൽ പാറ്റേണിലുമാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. പ്ലീറ്റ്സിന്റെ പോർഷൻ ഹാഫ് പോർഷൻ തന്നെയായിരിക്കും വരുന്നത് കേട്ടോ എല്ലാ സാരീസും. ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി. റണ്ണിങ് ബ്ലൗസ് സെയിം സ്റ്റൈലിൽ തന്നെ ഇതേ വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു. വളരെ എലഗന്റ് ആൻഡ് ക്ലാസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഫംഗ്ഷൻ വെയർ സാരീസ് ആയിരുന്നു. പ്യുവർ നോയിൽ ടെസർ സിൽക്ക് ആയിരുന്നു എല്ലാ സാരീസിനും ഫാബ്രിക് വന്നത്. ആ ടെസർ സിൽക്ക് ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു സാരിയുടെ മെറ്റീരിയൽ. നല്ല പാറ്റേണിലും ക്രോസ് സ്റ്റിച്ച് വർക്കിലും ഡിഫറെന്റ് കളർ പാലറ്റിലുമായിരുന്നു സാരീസ് വന്നത്. ലാസ്റ്റ് സാരിയാണ് ഇത് വരുന്നത്. നല്ലൊരു മൗ ടോൺ ആണ്. ഒരു ഒണിയൻ പിങ്കും മൗവും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിലും നല്ല സോഫ്റ്റ് കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിൽ തന്നെ വർക്ക് വന്നിട്ട് ഫുൾ ചെസ്റ്റ് പോർഷന് മുന്താണി കംപ്ലീറ്റ് ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. ആ ഒരു ഗോൾഡൻ ജെറിവോൺ ലൈൻസും ഈച്ച വീവിലുമായിട്ടാണ് സാരിയുടെ പല്ലു വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിൽ ഇതേ ആ ഒരു വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ ആ എഡ്ജിൽ വരുന്നത്.